പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും എന്ന് അവിടെ കാണുന്നുണ്ട്. എന്താണ്? ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ ഞാൻ ഇതിന്റെ തിരുവചനത്തിന്റെ ചരിത്ര ഭാഗം കൊണ്ട് നിങ്ങളെ ഇന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ തൊഴുത്തിൽ പെടാത്ത ആട് യഹൂദനാണ് തൊഴുത്ത്. ആകെ ആടുകൾ 100, അതിൽ ഒന്നിന്റെ സ്ഥാനം മാത്രമാണ് പുറംജാതിക്ക്. ആടുകളുടെ ഇടയൻ ദൈവം എന്നിങ്ങനെ അവർ പഠിപ്പിച്ചിരുന്നു. ആടുകളെ സൂക്ഷിക്കുന്ന മതിൽക്കെട്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണമായിരുന്നു. അതുകൊണ്ട് ദൈവം യഹൂദ ജാതിയുടെ മാത്രമാണ് എന്ന് അവർ ചിന്തിച്ചു. ഒരു ആമി തൊഴുത്താകും എന്നല്ല, ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും എന്നാണ് യേശു എന്നല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. സഭ തൊഴുത്തല്ല, ആട്ടിൻകൂട്ടമാണ്. അതിൽ യഹൂദനും പുറംജാതിയും എന്ന് വ്യത്യാസമില്ലാതെ സകലരെയും ദൈവം ചേർത്ത് പണിയുകയാണ്. അപ്പൊ ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്ന് കർത്താവ് പറയുമ്പോൾ യേശുക്രിസ്തുവാകുന്ന ഇടയനും തന്നെ അനുഗമിക്കുന്ന ആട്ടിൻകൂട്ടവുമാണ്. എന്നാൽ റോമൻ കത്തോലിക്ക സഭ പഠിപ്പിച്ചിരുന്നത് ആട്ടിൻകൂട്ടം റോമൻ സഭയും ഇടയൻ മാർപ്പാപ്പയുമാണെന്നത്രേ. അല്ലരിയ. അപ്പൊ യഹൂദനാകുന്ന തൊഴുത്തിൽ ഉൾപ്പെടാത്ത ജാതികൾ കർത്താവിനെ ആശ്രയിക്കുന്നതിനാൽ അല്ലരിയ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആട്ടിൻകൂട്ടം എന്ന് മനസ്സിലാക്കുവാൻ യഹൂദന് കഴിഞ്ഞില്ലെങ്കിലും ദൈവസഭ അത് പഠിപ്പിക്കുക. അല്ലേറിയ. അപ്പൊ ഈ ദൈവസഭയെ, ദൈവമക്കളെ ആടുകളോട് തുലനം ചെയ്ത് വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിച്ചു വരുമ്പോൾ ആടുകളെ തന്നെ ദൈവം രണ്ടായിട്ട് തിരിക്കുന്നത് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്താണ്? ആരാണ് ദൈവത്തിന്റെ ആടുകൾ? ആടുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ന്യായവിസ്താര നാളുകളിൽ ന്യായം വിസ്തരിക്കുമ്പോൾ ന്യായവിധി നാളിൽ ദൈവം ചെമ്മരിയാടുകളെയും കോലാടുകളെയും തിരിക്കുന്നുണ്ട്. അല്ലരിയ. ആരാണ് ചെമ്മരിയാടുകൾ? യേശുവിന്റെ സ്നാനത്തിലും രക്തത്തിലും വിശ്വസിക്കുന്നത് വഴി പാപമോചനം ലഭിച്ചവരെ ചെമ്മരിയാടിന്റെ ആ അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തും. ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞത് ഇവ തങ്ങളുടെ സ്വന്തം ചിന്താഗതിയിൽ അല്ലൊരിയ ഊന്നി ഏകപക്ഷീയമായി വിശ്വസിക്കുന്ന ആടുകളാണ് ഈ തൊഴുത്തിൽ പെടാത്തത്. എന്നാൽ യേശുവിന്റെ സ്നാനത്തിലും രക്തത്തിലും വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പുറംജാതികളായിരുന്ന മനുഷ്യർക്ക് ആട്ടിൻകൂട്ടമാകുന്ന സഭയിലേക്ക് കടന്നു വന്ന് ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയന്റെ കൈകീഴുമാകാൻ കഴിയുമെന്ന് ഈ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. അല്ലേലിയ. അപ്പൊ യഹൂദനാകുന്ന തൊഴുത്തിൽ അല്ലേലിയ സ്തോത്രം അന്ന് ആമീൻ അവർക്ക് മാത്രമായിട്ട് ഒതുങ്ങി അവർക്ക് ആ ന്യായപ്രമാണം മാത്രം അവരുടേതെന്ന് വിശ്വസിച്ച ആ സ്ഥാനത്താണ് ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞ് അവരെ ചേർത്ത് അവരും ഒരു ആട്ടിൻകൂട്ടും ഒരു ഇടയനും എന്ന നിലയിലേക്ക് ദൈവം വേർതിരിച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെയാണ്. അപ്പൊ യേശുവിന്റെ സ്നാനത്തിലും രക്തത്തിലും വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ചെമ്മരിയാടുകളായിരിക്കുമ്പോൾ ഇവരെല്ലാം പാപികളായി തുടരുന്ന ആടുകളായിരുന്നു. ഇപ്പൊ മുമ്പ് ഇവരെല്ലാം പാപികളായിരുന്ന ആടുകളായിരുന്നു, അല്ലെങ്കിൽ ആ സ്വഭാവമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ ചെമ്മരിയാടുകൾ. ഈ ചെമ്മരിയാടുകൾ എന്ന് പറയുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ പാപത്തിൽ വസിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരു ന്യായവിധി എന്ന് പറയുന്നതുണ്ട്. ആ ന്യായവിധി നാളിൽ നാം രാജ്യത്ത് പ്രവേശിക്കണം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുക കർത്താവ് പറയുമ്പോൾ മനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ദൈവജനം ആമേൻ ദൈവസനി വിശുദ്ധിയോടെ ജീവിക്കണം. അപ്പം വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ളതാണ് സഭ എന്ന് പറയുന്നത്. ഏതാണ് ദൈവത്തിന്റെ സത്യസഭ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന്റെ സത്യസഭ എന്ന് പറയുമ്പോൾ നീതീകരിക്കപ്പെട്ടവരും യേശുവിന്റെ സ്നാനത്തിനും രക്തത്തിനും വിശ്വസിച്ചത് വഴി പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരും അവർ ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കുന്നതുമാണ് ദൈവസഭ എന്ന് 1 കൊരിന്ത്യർ
ലേഖനം 1-2 എഫെസ്യ ലേഖനം 4-5 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ സത്യസഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവജനം കൂടിയിരുന്ന് ആരാധിച്ച് ആമീൻ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട 3000 പേർ, പിറ്റേന്നാളത് 5000ങ്ങളായി. അങ്ങനെ ദിനം പ്രതി സഭ വളർന്നു. അങ്ങനെ ദൈവവചനം അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്ന അവർ കൂടി വരുന്നതാണ് സഭ എന്ന് പറയുന്നത്. അതാണ് സത്യസഭ. അതുകൊണ്ടല്ലേ കേൾക്കുന്ന പ്രിയ മാതാവേ, അനവധി സഭകൾ നമുക്ക് ഈ ഭൂമിയിലുണ്ട് അല്ലെ. രാഷ്ട്രീയക്കാർക്ക് സഭയുണ്ട്, സംഘടനക്കാർക്ക് സഭയുണ്ട്, യൂണിയൻകാർക്ക് സഭയുണ്ട്, മതങ്ങൾക്ക് സഭയുണ്ട്. ആമീൻ. ഇവിടുത്തെ എല്ലാ മേഖലയിലും എല്ലാവർക്കും സഭയുണ്ട്. പക്ഷെ നീ ഏത് സഭയിലാണ് നിൽക്കുന്നത്? അല്ലേലിയ. നീ നിൽക്കുന്ന സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ടോ? നീ നിൽക്കുന്ന സഭ ദൈവത്തിൻ്റെതാണോ? നീ കൂടി വരുന്ന ദൈവമക്കളോടൊപ്പമാണോ? അല്ലേലിയ. ആമീൻ. ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളായിരുന്ന പാപ സ്വഭാവത്തിലും പാപത്തിന്റെ ചിന്തയിലും സ്വന്തം ചിന്താഗതിക്ക് അനുസരിച്ച് ജീവിച്ച നീ ആമീൻ യേശുക്രിസ്തുവിലൂടെ നിനക്കൊരു മോചനം കിട്ടി, രക്ഷ കിട്ടി, മാനസാന്തരം കിട്ടി, നിത്യതയുടെ അനുഭവം നിനക്ക് ലഭ്യമായി കഴിഞ്ഞപ്പോൾ ആമീൻ സ്തോത്രം, നിനക്ക് കൂടി വരുവാൻ വേണ്ടി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് ദൈവസഭ. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവമുണ്ട്. അല്ലേലൂയ. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ സ്തോത്രം നീ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ ഇന്നുവരെയും ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവം ആരെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ വീത്തൊഴുത്തിൽ പെടാത്ത സ്വന്തം ചിന്താഗതിക്ക് അനുസരിച്ച് പാപത്തിൽ ജീവിച്ച നിനക്ക് ദൈവസഭയിൽ കടന്നു ദൈവത്തെ ആരാധിക്കാൻ അവസരം തന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ഭൂമി നീ പാപ സ്വഭാവത്തിലും പാപത്തിലും ജീവിച്ച് നീ വീണ്ടും പഴയ അനുഭവത്തിലേക്ക് പോകാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായവിധി നാളിൽ ഈ ആടുകളെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ചെമ്മരിയാടും കോലാടുകളുമായി തിരിക്കുന്ന ദിവസമുണ്ട്. അന്ന് വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ അനുഗമിച്ചിരിക്കുന്നവരെ ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ ചേർത്ത് അല്ലരിയ അവരെ നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തിന്റെ പ്രമാണം വിട്ടിട്ടല്ലേലിയ നിത്യതയുടെ അനുഭവത്തിലേക്ക് എത്തണമെന്ന് സ്വർഗത്തിലെ ദൈവം അല്ലയ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ താൽക്കാലികം, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ഇവിടെ നിത്യത വലിയ ആമീൻ മനസ്സിലാക്കിക്കൊണ്ട് നിത്യമായ അനുഭവത്തിലേക്ക് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. അപ്പം ഇവിടെ ഈ ചെമ്പരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്പടിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിനെന്ന് ആമീൻ. മത്തായി 25-31 വാക്യം വായിക്കുന്നുണ്ട്. എന്നാൽ ഇടത്തുള്ളവരോട് പറയുകയാണ്, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത്തിലേക്ക് പോകുവിൻ. അതെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ ന്യായവിധി നാളിൽ ആമീൻ നീ ദൈവസേന തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. ഈ തൊഴുത്തിൽപ്പെടാത്ത നിന്നെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരാട്ടിൻകൂട്ടും ഇടയനമായി സത്യസഭയിൽ ആരാധിപ്പാൻ അവസരം തന്നതിനെ നീ ദുർവിനിയോഗപ്പെടുത്തി വീണ്ടും പാപത്തിലേക്ക് പോകാതെ മടങ്ങി വരുവാൻ ഏൽപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക സഹോദര സഹോദരി. കർത്താവേ, ന്യായവിധി നാളിൽ എനിക്ക് നീ ആ സ്വർഗ്ഗരാജ്യം പ്രവേശിപ്പാൻ കൃപ നൽകണം. ഈ ലോകത്തിന്റെ മോഹങ്ങളും ഇമ്പങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ യേശുവിടെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർഗീയ പിതാവേ, ഈ തൊഴുത്തിൽ പെടാത്ത ആട്ടിൻകൂട്ടമായിരുന്നു സ്വന്തം ഹിതത്തിൽ ജീവിച്ച ഞങ്ങളെയും വേർതിരിച്ച് കർത്താവിന്റെ ആ സ്നാനത്തിലൂടെ മരണത്തിലൂടെ ക്രൂശുമരണത്തിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ തന്ന ദൈവരാജ്യത്തെ എനിക്ക് വെളിപ്പെടുത്തിയ യേശുവിനോടൊപ്പം ചേർന്ന ന്യായവിധി നാളിൽ ആ കർത്താവ് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ കൃപ അതിനായി ഒരുക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.